Hi dear students, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ആംപിയർ മാക്സ്വെൽസ് ലോ ആയിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാൻ ബാക്കിയുണ്ട്. അപ്പോൾ ദിസ് ഇസ് അവർ ആംപിയർ മാക്സ്വെൽ ലോ. നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു mu0 j epsilon 0 rho e by dot t. This is nothing but a differential form. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നും ഇൻറ്റഗ്രൽ ഫോമും കൂടെ എഴുതാൻ പഠിക്കണം. ഇൻറ്റഗ്രൽ ഫോം എഴുതാൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിനെ ജസ്റ്റ് ഒന്ന് സർഫേസ് ഇൻറ്റഗ്രൽ നടത്താം. ഓക്കെ, ഡെൽ ക്രോസ് ബി ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് സ്വാഭാവികമായിട്ടും സർഫേസ് ഇൻറ്റഗ്രേഷൻ നടത്തണം. mu0 j plus epsilon 0 rho e by dot t. dA. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സർഫേസ് ഇൻറ്റഗ്രലിനെ ലൈൻ ഇൻറ്റഗ്രൽ ആയിട്ട് മാറും. ദിസ് വിൽ ബി ഈക്വൽ ടു ലൈൻ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? നമുക്കതിന് സ്പ്ലിറ്റ് ചെയ്യാം. സർഫേസ് ഇൻറ്റഗ്രൽ ആണല്ലോ. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർഫേസ് ഇൻറ്റഗ്രൽ mu0 j ഡോട്ട് ഡി എ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ mu0 epsilon 0 പുറത്തേക്ക് എടുക്കാം. സർഫേസ് ഇൻറ്റഗ്രൽ എന്ത് വരും? ഡോ ഇ ബൈ ഡോട്ട് ടി ഡോട്ട് ഇ എ എന്ന് എഴുതാൻ പറ്റും. നമുക്ക് ഈ mu0 അങ്ങോട്ടേക്ക് ഇവിടേക്ക് മാറ്റി എഴുതാം. അതായത് ദിസ് ഇക്വേഷൻ ഈസ് mu0 surface integral j dot dA. This one is mu0 epsilon 0 as it is. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ കറണ്ട് ഡെൻസിറ്റി ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ബൈ ഏരിയ, കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ. Current flowing through unit area is a current density J. നമുക്ക് I എന്ന് പറഞ്ഞാൽ എന്താ? I is nothing but J into A. എങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ mu0, അതായത് ഈ ക്വാണ്ടിറ്റിയെ സർഫേസ് ഇൻറ്റഗ്രൽ J ഡോട്ട് ഡി എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് കറണ്ട് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ പുറത്തേക്ക് എടുത്താൽ ഡി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ജെ ഇൻറ്റു എ. ജെ ഇൻറ്റു എ ഈസ് നത്തിങ് ബട്ട് അവർ കറണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്കിതിനെ mu I എന്ന് എഴുതാം. പ്ലസ് mu0 epsilon 0. ഇവിടെ നോക്കൂ, ഡോ ഇ ബൈ ഡോ ടി ഡി ആണ്. നമുക്ക് അതേപോലെ തന്നെ നിർത്താം. ഡോ ഇ ബൈ ഡോ ടി ഡി എ. The left hand side is b dot dl. Okay, this equation is the integral form of the Ampere-Maxwell law. ഇനി നമ്മൾ ഒത്തിരി പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റത്തെ പ്രോബ്ലമാണ് ഇത്. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഓക്കെ, തുടർന്നുള്ള സെഷനിൽ നമ്മൾ
ചെയ്യാൻ പോകുന്നത് ടോട്ടൽ 3 പ്രോബ്ലംസ് ആണ്. ഒന്ന് ഇത് 2 ഗ്രിഫിത്തിലെ അൺസോൾവ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം, മൂന്നാമത്തത് ഈ സെഷനിൽ നിന്നും പ്രീവിയസ് ജാം എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ show that the displacement current across an area in the region between the plates of a parallel plate capacitor is equal to the conduction current in the connecting wires. ഈ ചോദ്യത്തിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കപ്പാസിറ്റർ പ്ലേറ്റ്സ്, ഈ കപ്പാസിറ്റർ പ്ലേറ്റ്സിനെ നമ്മളൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ കണ്ടക്ഷൻ കറണ്ട്, ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ദാറ്റ് കറണ്ട് ഈസ് ഈക്വൽ ടു ദ magnitude of the current developed between the capacitor plates. That current is IT. That is IC is equal to ID എന്ന് പ്രൂവ് ചെയ്യാനുള്ള ചോദ്യമാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇവിടെ IC ഈ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ട് ഒരു 10 ആംപിയർ ആണെന്ന് സപ്പോസ് റഫ്ലി നമ്മൾ അസ്യൂം ചെയ്യാം. എന്നാൽ ID-യുടെ എമൗണ്ട് എത്രയായിരിക്കും? അത് 11 ഒരിക്കലും ആയിരിക്കില്ല, അത് 10 തന്നെ ആയിരിക്കുള്ളൂ. കാരണം ഈ സർക്യൂട്ടിൽ കൂടി ഉള്ള കറണ്ട് ഫ്ലോ സാധ്യമാവണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്നത് കണ്ടക്ഷൻ കറണ്ട്, അതിന് തുല്യമായിട്ടുള്ളൊരു കറണ്ട് ആയിരിക്കണം ഈ ഗ്യാപ്പിലൂടെ ഫ്ലോ ചെയ്യേണ്ടത്. ഇലക്ട്രോൺസിന് ഈ ഗ്യാപ്പിലൂടെ ഫ്ലോ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണെന്നും, ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈസ് ബിക്കോസ് ഓഫ് ദ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആണെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദിസ് ഈസ് അവർ ID. ഇങ്ങനെ ടൈം വേരി ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത് നമ്മുടെ ICക്ക് ഈക്വൽ ആണ് എന്നതാണ് കൺസെപ്റ്റ്. ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ വാദം ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ശരിയാണ് എന്നാണ് ക്വസ്റ്റനിൽ പറയുന്നത് എങ്കിൽ അത് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഈ IC എന്ന് പറയുന്ന ഈ കറണ്ട്, ആ കറണ്ട് എന്തായിരിക്കും? ദാറ്റ് ഈസ് IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ് dQ/dt. ദിസ് ഈസ് ദ കണ്ടക്ഷൻ കറണ്ട്. കണ്ടക്ഷൻ കറണ്ട് മീൻസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അതാണല്ലോ ഈ ചാലകത്തിലൂടെ പുറത്തോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കറണ്ട്. അപ്പോൾ IC ഈസ് ഈക്വൽ ടു ID ആവണമെങ്കിൽ ഈ പ്രോബ്ലം ചെയ്തൊരു നമുക്ക് എന്ത് കിട്ടണം? ID-യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടണം? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു dQ/dt തന്നെ കിട്ടണം. എങ്കിലേ ഈ പ്രൂഫ് ഇവിടെ ശരിയാവുള്ളൂ. ലെറ്റ് us check whether it is correct or not. നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ, ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is epsilon 0 d phi by dt. This d phi is nothing but electric flux. Okay, അപ്പോൾ നമ്മൾ ഇതിനിവിടെ എഴുതുകയാണെങ്കിൽ ഈ phi എന്ന് പറഞ്ഞാൽ എന്താ? This is a electric flux developed between these capacitor plates. അല്ലേ, ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കപ്പാസിറ്ററിൻ്റെ ഒരു പ്ലേറ്റിൽ പോസിറ്റീവ് ഉണ്ടാവും, അതായത് ഏതുമായിട്ട് പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പ്ലേറ്റ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, നെഗറ്റീവ് പ്ലേറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ചാർജ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമ്മുടെ phi E.
For this phi e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is nothing but the flux developed in the area between the capacitor plates. Okay. That is our this quantity flux phi e. ഇപ്പോൾ നമുക്കറിയാം ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ ദിസ് ഫ്ലക്സ് phi e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ E dot A. ഇവിടെ ഈ E എന്തായിരിക്കും that is electric field between the capacitor plate. ഇവിടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മുടെ this E. A is the area of the capacitor plate. This is the and this E is the electric field between the plates. Okay. അപ്പോൾ നമ്മുടെ ഇത് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണെങ്കിൽ therefore our ID displacement current ID ഈ ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലോൺ 0 ഈ ഇക്വേഷനെ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഡി ഇ എ ബൈ ടി ടി എന്ന് കിട്ടും. ദിസ് ഏരിയ എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്, വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. എക്സലോൺ 0 എ ഡി ഇ ബൈ ഡി ടി എന്ന ഇക്വേഷൻ നമുക്ക് എഴുതാം. Okay. ഇനി once again, what is this E? This E is the electric field between the plates. The capacitor plate ന്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ that is if sigma is the charge density, sigma divided by epsilon 0. Sigma എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q divided by A epsilon 0. Then what will be this Q? This is the total either positive charge or the negative charge developed in the capacitor plate. Let me try it. This is a charge accumulated at the positive plate. Okay, now we can substitute here. Epsilon 0 A, if I substitute this quantity here instead of E, what will happen? This A and epsilon 0 are constant, that we can take it outside, or I will do in the next step. D by dt of Q epsilon 0 A. This is equal to epsilon 0 A. Here I will take it outside. This is epsilon 0 A dq by dt. This is clearly, you can see that this is cancelled, and this is equal to dq by dt. That is our ID, displacement current, that we obtained is this ID is equal to dq by dt. Okay, let us go back. The conduction current flowing through the external wires, that is also dq by dt. That is, now this is nothing but our IC. Now we have proved ID is nothing but IC. Okay. That is, whatever the amount of current is flowing through the external wire, that the same amount of current is flowing through the gap between the capacitor plates.
both current are same. Or കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് 10 ആംപിയർ ആണെങ്കിൽ ഈ കപ്പാസിറ്റർ പ്ലേറ്റിന് ഇടയിൽ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ എമൗണ്ടും സെയിം ആയിരിക്കും. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമ്മൾ ഗ്രിഫിത്തിലെ 7.31 എന്ന് പറയുന്ന പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് അൺസോൾവ്ഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. പ്രോബ്ലം ഇതാണ്. എ ഫ്ലാറ്റ് വയർ having radius a carries a constant current I uniformly distributed over its cross section. Okay, ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പോലെ ഒരു കറണ്ട് I ഇതിലൂടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, ഇതിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. A narrow gap in the wire of width W. Okay, there is a narrow gap in the wire. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഡിയസിനെക്കാട്ടിലും, അതായത് ഈ വിഡ്ത്ത് ഈ റേഡിയസിനെക്കാട്ടിലും എത്രയോ ചെറുതാണ്. വെരി സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ദീസ് ടു വയേഴ്സ് ഫോംസ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഇതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളതിൻ്റെ ഇതൊക്കെയാണെങ്കിൽ വളരെ ചെറിയ ഗ്യാപ്പ്, അതിൻ്റെ ഏരിയയുമായിട്ട് ഈ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ ഗ്യാപ്പ്, as shown in figure. Find the magnetic field. Find the magnetic field in the gap. ഇവിടെയുള്ള ഈ റീജിയനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ് നമുക്ക് കാണേണ്ടത്. അറ്റ് എ ഡിസ്റ്റൻസ് എസ് ലെസ് ദാൻ എ. ഓ, എസ് ലെസ് ദാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഏകദേശം ഒരു ഇത്രയും ദൂരമാണല്ലോ ഇത്രയും ദൂരമാണല്ലോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെക്കാട്ടിലും ചെറിയൊരു ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ വരുന്ന റീജിയനിലെ നമ്മൾ എസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ മാറ്റി വരയ്ക്കാം. എസ് ലെസ് ദാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is our S. Okay. Our A already, this is our A. S less than A. ഈ ഭാഗത്തുള്ള എസ് റേഡിയസിലുള്ള ഈ പോയിന്റ്സിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഇതിലൂടെ കറണ്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യും? ഈ പ്രോബ്ലം സോൾവ് ചെയ്തതിന് മുമ്പ് നിങ്ങൾക്ക് ആദ്യമേ അറിയുന്നൊരു കാര്യത്തിലേക്ക് പോവാം. അതായത് ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ, അതിലൂടെ ഒരു I എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ കണ്ടക്ടറിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് R അകലത്തിലുള്ള ഈ പോയിന്റിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? അതായത് ഈ പോയിന്റിലൂടെയുള്ള R ഡിസ്റ്റൻസിലുള്ള ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് B കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ആംപിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിക്കും. B dot dl is equal to mu 0 I എന്ന് എഴുതും. I is the current enclosed by the Amperian loop. എന്ത് ചെയ്യും? നമ്മളൊരു ആംപിയറിൻ ലൂപ്പ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഈ dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ആംപിയറിൻ ലൂപ്പിന്റെ സർക്കംഫറൻസ്.
ഈസ് മ്യൂ സീറോ. ഇവിടെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തന്നെ, ഈ ഐ. അപ്പോൾ ഇവിടെ ആംപീരിയൻ ലൂപ്പിൻ്റെ സർക്കംഫറൻസ് എന്താ വരിക? ചുറ്റളവ് എന്ന് പറയും 2π r വരും. 2π r ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ. എന്നിട്ട് നമ്മൾ ഈ പ്രോബ്ലം ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ബൈ 2π r എന്ന് എഴുതിയിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഇലക്ട്രോഡൈനാമിക്സ്. സമാനമായിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ ഇവിടെ? നോക്കൂ നിങ്ങൾ, ഇതൊരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്ടർ അല്ലേ? അപ്പോൾ ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കയ്യിലുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ യൂസ് ദീസ് ആംപിയർ സർക്യൂട്ടൽ തിയറം. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ. കറണ്ട് ഐ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൽ കൂടി ഈ ഉദാഹരണത്തിൽ ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഈ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കണ്ടക്ഷൻ കറണ്ട്. അതിനെ ഫ്രീ കറണ്ട് എന്ന് പറയാം, ബിക്കോസ് ഓഫ് ദ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺ. കണ്ടക്ഷൻ കറണ്ട്. ബട്ട് ഇവിടെ കേസ് വ്യത്യാസമുണ്ട്. അതായത് ഈ റീജിയനിൽ ദർ ഈസ് നോ കണ്ടക്ടർ അല്ലേ? ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്താ? ദിസ് ഈസ് ദ റീജിയൻ ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ പ്ലേറ്റ്. ദിസ് റീജിയൻ ആണ് ഈ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലത്തിലെ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്താ ശരിക്കും? ദാറ്റ് കറണ്ട് ഈസ് ഐ ഡി, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? നമ്മൾ കണ്ടുപിടിക്കുന്ന കറണ്ട്, കണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ റീജിയനിലെ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് കാരണമാകുന്ന കറണ്ട് ഏതാ? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന കറണ്ട് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഐ ഡി ആണ്. Therefore, this should be the displacement current enclosed by the, if we draw a Amperian loop here with the radius s, then this Amperian loop enclosed by the current means displacement current IDS, displacement current enclosed by the Amperian loop. Okay. So, കാര്യങ്ങൾ വളരെ സിമ്പിളായി. ബി ഡി എൽ into mu 0 I displacement current enclosed by the Amperian loop. That is B into 2π. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മുടെ റേഡിയസ് എത്ര വന്നിട്ടുള്ള എസ് അല്ലേ? എസ് ആണെങ്കിൽ ഈ ഇവിടുത്തെ ഇതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πs. ഇത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is 2πs is equal to mu 0 I displacement current enclosed, or magnetic field B is equal to mu 0 I displacement enclosed divided by 2πs. പക്ഷെ ഇവിടെ അപ്പോൾ ഇത് ഫൈനൽ ആൻസർ ആയോ? ഈ ബിയുടെ എക്സ്പ്രഷൻ ഈ ഫോമിൽ ഫൈനൽ ആൻസർ ആയിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? കാരണം നമ്മുടെ ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്ന ഐ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന നൊട്ടേഷൻ നമ്മുടെ പ്രോബ്ലത്തിലില്ല. നോക്കൂ, നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഐ ആണ്. ഐ ഡിസ്പ്ലേസ്മെന്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. Therefore, we have to write this displacement current in terms of I.
ഇത് നമ്മൾ ഐയുടെ രൂപത്തിലേക്ക് മാറ്റിയിടണം. അപ്പോൾ അതിനുള്ള മാർഗം എന്താ? അത് വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കിയാൽ മതി. ഇതിലൂടെ ഒഴുകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി ഇൻ ദ എക്സ്റ്റേണൽ വയർ ദാറ്റ് ഈസ് ജെ. നമ്മൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ സി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണോ അത് തന്നെയായിരിക്കും നമ്മുടെ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിന് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് ഡെൻസിറ്റി ജെ എന്താണോ അതേ കറണ്ട് ഡെൻസിറ്റിയാണ് നമുക്കിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനും ഉണ്ടാവുക. കറണ്ട് ഡെൻസിറ്റി ഈസ് യൂണിഫോം ത്രൂ ദിസ് wire. Okay. Therefore, I can write this JD is equal to J. JD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഇൻ ദ ആംപിയറിൻ ലൂപ്പ്. നമ്മൾ നേരത്തെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. എൻക്ലോസ്ഡ്. അത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയ എത്ര വരുന്നത്? ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഏരിയ ഓഫ് ദിസ് loop, that is pi s square. Okay, that is this one is area എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pi s square. Therefore here I have to write this is pi s square is equal to current density J. This current density is the current flowing through the external wire. That is already given in the question. That is I. Area. See, area of this one. എന്ത് വരും? area of this one is nothing but area is pi a square. Through this area, this current IE is flowing. Therefore, here this is pi a square. Okay, fine. Here this pi and pi get cancelled. Our aim is to find I displacement enclosed. Therefore, I displacement enclosed is equal to I s square divided by a square. Okay, ഇത് നമുക്ക് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ബി എന്ത് വരും? ബി ഈസ് ഈക്വൽ ടു mu 0 I s square divided by 2 pi s into a square. ഇവിടെ ഈ ഒരു എസും ഇത് വെട്ടിപ്പോവും. ബാക്കി എന്ത് വരും? അവർ ബി ഈസ് ഈക്വൽ ടു mu 0 I divided by 2 ഒരു എസും ഉണ്ടാവും അല്ലേ, 2 pi a square. ഇത് മാഗ്നിറ്റ്യൂഡാണ് ശരിക്കും. ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. ഡയറക്ഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പം നമ്മുടെ സപ്പോസ് ദിസ് ഈസ് എ കറണ്ട് ക്യാരിങ് വയർ. നമ്മളുടെ റൈറ്റ് ഹാൻഡ് റോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലേ, പിടിച്ചു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ കറണ്ട് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ the curled fingers that gives the direction of the magnetic field. That direction is phi cap. Similarly here നമ്മളിങ്ങനെ പിടിച്ചു നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ magnetic field direction is also be phi. Therefore here this is phi cap. That is the
direction. This is the final answer. Okay. The magnetic field developed between these capacitor plates, that is equal to this quantity.